അമ്മലെ കാണുന്നുണ്ടോ നീ? ഓക്കെ, അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതാം, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എഴുതിക്കോ. ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് at any point due to number of waves the resultant displacement at any point due to number of waves is the algebraic sum of displacement of each wave. The algebraic sum of displacement of each wave. Okay, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇത് ഇങ്ങനെ തന്നെ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്തെന്നാ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്? വായിച്ചേ. ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ്, ഒരു പോയിന്റിലുള്ള റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു നമ്പർ ഓഫ് വേവ്സ് ഇസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ വേവ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് രണ്ട് വേവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് വേവ് എ, ഇത് വേവ് ബി. രണ്ട് വേവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടി ആൾജിബ്രൈക് സം ആയിരിക്കും. ഓക്കെ, ഇതൊരു വേവ്, ഇതൊരു വേവ് ബി. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഞാനിപ്പോ y1 എന്ന് പറഞ്ഞെടുത്ത്. ഓക്കെ, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് y2 എന്ന് പറഞ്ഞെടുത്ത്. ഇത് രണ്ടും രണ്ട് വേവ് ആണ്. ഇത് രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുക, കമ്പൈൻ ചെയ്യുക എന്ന് വിചാരിക്കും. അപ്പൊ കിട്ടുന്ന ഒരു റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദീസ് ടു വേവ്സ്. അതായത് y is equal to നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആൾജിബ്രൈക് സം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദീസ് ടു വേവ്സ്. മനസ്സിലായ? രണ്ടുപേര് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഉണ്ടാവുന്ന, അപ്പൊ ഇയാൾക്കൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അത് y1 ആയിട്ട് എടുത്ത്, ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് y2 ആയിട്ട് എടുത്ത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ആയിട്ടുള്ള വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ വേവ്. ഇങ്ങനെ തന്നെ പഠിക്കാം. അപ്പൊ രണ്ടുപേര് കമ്പൈൻ ചെയ്യുന്നു, ഒരാളുടെ ഡിസ്പ്ലേസ്മെന്റ് y1 y2 എന്നൊക്കെ ഞാൻ മനസ്സിലാവാൻ വേണ്ടി എടുത്തു, അങ്ങനെ ഒന്നുമില്ല. രണ്ടുപേര് കമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ആയിട്ടുള്ള ഒരൊറ്റ വേവ്, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത ഒരൊറ്റ വേവ്. ഓക്കെ, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടിന്റെയും ഡിസ്പ്ലേസ്മെന്റ് കൂടെ കൂട്ടുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഒന്ന് വായിച്ച്. ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ്, ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു നമ്പർ ഓഫ് വേവ്സ്. രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ രണ്ട് വേവ്സിന്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ട് എഫക്റ്റിൽ കിട്ടുന്ന ഒരു ഇൻഡിവിജ്വൽ റിസൾട്ടന്റ് വേവ്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ വേവ്സ്. കിട്ടിയ? ഇങ്ങനെ തന്നെ ഇത് ചോദിക്കും കേട്ടോ, സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കും. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ എഴുതിക്കോ. ദ ടു വേവ്സ്, ഇതൊന്ന് റഫായിട്ട് വരച്ചു വെച്ചേ, ജസ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം റഫായിട്ട് വരച്ചാൽ മതി. ജസ്റ്റ് ഈ ഫിഗർ കണ്ടു കഴിയുമ്പോൾ ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് റഫായിട്ട് വരച്ചു വെച്ചോ. വരച്ചു കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതിക്കോ. ഫാഹിമുണ്ട്, അമലുണ്ട്, പ്രജീന ഉണ്ട്, ഇന്ന് എല്ലാരും ഉണ്ട്. വരച്ചു കഴിഞ്ഞാ എഴുതിക്കോ. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോട്ടെ. ദ ടു വേവ്സ് superimposing
superimposing each other, superimposing each other, producing a displacement, producing a displacement, producing a displacement equal to the, producing a displacement equal to the sum of displacement of, sum of displacement of, sum of displacement of two pulse, two pulse, pulse അല്ലെങ്കിൽ വേവ്, ടു പൾസ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ. രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ രണ്ടിന്റെയും കൂടെയുള്ള സം ആയിരിക്കും. എന്നിട്ട് എഴുതിക്കോ, ദിസ് ഷോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, ദിസ് ഷോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ, നമ്മൾ രണ്ടെണ്ണം കമ്പൈൻ ചെയ്ത് പുതിയതൊരെണ്ണം കൺസ്ട്രക്റ്റ് ആവുന്നു, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദിസ് ഷോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ഇനി അടുത്തതായിട്ട് ഒരു പോയിന്റ് കൂടെ എഴുതിക്കോ. ഇഫ് ദ ടു പൾസ്, if the two pulse have equal displacement, if the two pulse have equal displacement, if the two pulse have equal displacement in opposite direction, in opposite direction, in opposite direction, then at the point of superposition, then at the point of superposition എന്തായിരിക്കും? ഇതിപ്പോ ഞാൻ വരച്ചത് നോക്കിക്കേ, ഇത് രണ്ടും സെയിം ഡയറക്ഷനിലല്ലേ വരച്ച് കാണിച്ചത്? ഇതിനെ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയും. അപ്പൊ രണ്ടുപേരും സെയിം ഡയറക്ഷനിലായിരുന്നു, ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം സെയിം ഡയറക്ഷനിലായതുകൊണ്ട് പുതിയ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇങ്ങനെ വരച്ച് ഇവിടെ ഒരു വലിയ പൾസ് ക്രിയേറ്റ് ആയി. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മായിട്ട് ഒരു വലിയ പൾസ് ക്രിയേറ്റ് ആയി. അതുകൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, ഒരെണ്ണം പുതിയതായിട്ട് കൺസ്ട്രക്ട് ആയി, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത്. ഇനി ഇപ്പൊ നമ്മൾ എഴുതിയ എന്താ? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കാം. ഇത് എ, ഇവിടെയാണ് എ, ഇവിടെയാണ് ബി എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എങ്ങനത്തെ ആയിരിക്കും കിട്ടുന്നത്? എങ്ങനെയായിരിക്കും? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഡിസ്ട്രക്റ്റീവ്, കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം കൺസ്ട്രക്ട് ആയി, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു വലിയ വേവ് ഇവിടെ ക്രിയേറ്റ് ആയി എന്ന് പറയാം. ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അപ്പൊ മീൻ ചെയ്യുന്നത്? പൾസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് എംപ്റ്റി ആയിട്ട് കിടക്കും. ഓക്കെ, കൺസ്ട്രക്റ്റീവ് മീൻസ് കൺസ്ട്രക്ട് ആയി, രണ്ടെണ്ണം കമ്പൈൻ ചെയ്ത് സെയിം ഡയറക്ഷനിലായതുകൊണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നോ പൾസ് വിൽ സീൻ. ഓക്കെ, മനസ്സിലായി? ഇതിനെ നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയാം. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, പൾസ് ഒന്നും ക്രിയേറ്റ് ആയില്ല, ജസ്റ്റ്. അപ്പൊ സം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും ഇവിടെ? ഇവിടത്തെ കേസിൽ സം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ y is equal to y1 plus y2, ഇവിടെ എന്തെന്ന് പറയാം? 0. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തോ. നോ പൾസ് വിൽ ബി സീൻ at the point of superposition, no pulse will be seen. Sum of the displacement is 0. Sum of the displacement is 0. Sum of the displacement is 0. ഇപ്പൊ സൂപ്പർ പൊസിഷനെ ബേസ് ചെയ്ത് വരക്കാനും മനസ്സിലായല്ലോ. ഇപ്പൊ രണ്ട് വേവ് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ പി എന്ന് പറയുന്ന ഒരു വേവ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന ഒരു വേവ് ഉണ്ട്. ബൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടും സെയിം ഡയറക്ഷനിലാണ്. ഇപ്പൊ സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് ഒരു വേവ് ഉണ്ടാവും. അപ്പൊ അതേ നോക്കിക്കേ, ആർ ഇസ് ഈക്വൽ ടു, ആർ എന്ന് പറയുന്ന വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ ആയിരിക്കും. പി ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് പി, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ക്യൂ. അങ്ങനെയാണെങ്കിൽ സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്യുക. സൂപ്പർ പൊസിഷൻ അത് ഇന്ന് തന്നെ മനസ്സിലാക്കുക. രണ്ട് വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു, ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കുക. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒന്ന് വരച്ചു വെച്ചോ, ഡിസ്ട്രക്റ്റീവ് കാണിക്കുന്നത്. കൺസ്ട്രക്റ്റീവിന്റെ അതിൽ വേവ് ഉണ്ടാവുന്നേ ഉള്ളൂ, ഇതിൽ വേവ് ഉണ്ടാവില്ല. ഇത് കറക്റ്റ്. ഇപ്പൊ ഇത് കണ്ട, രണ്ടും സെയിം ഡയറക്ഷനിൽ നമ്മൾ കാണിച്ചേക്കുന്നു, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല, ഒരു കംപ്ലീറ്റ് വേവ് അല്ല കാണിച്ചേക്കുന്നത്.
കഴിയുമ്പോ പറയട്ടാ. ഒരു മിനിറ്റ് ക്ലാസ് കഴിയുമ്പോ അമൃത മിസ്സിന്റെ അടുത്ത് ചെന്നാൽ മതി കേട്ടോ. ഇപ്പൊ അമൃത കേട്ടോ. ഞാൻ വേഗം പഠിച്ചോട്ടെ. ഞാൻ ഇന്ന് കഴിയുമ്പോ ഇതൊക്കെ ചോദിക്കുവേ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഇപ്പൊ തന്നെ പഠിച്ചു വയ്ക്കും. ഓക്കെ, പഠിച്ചത് കഴിയുമ്പോ ചോദിക്കൂട്ടാ. അത് ഓക്കെ. അടുത്തത് സ്റ്റാൻഡിങ് വേവ്, സ്റ്റേഷനറി വേവ്. സ്റ്റാൻഡിങ് വേവ്, സ്റ്റേഷനറി വേവ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മള് തുണിയൊക്കെ ഇടുന്ന അഴയില്ലേ, അഴയെന്നല്ലേ പറയണം അല്ലേ? അഴയില്ലേ, അതില് നമ്മള് അതിപ്പോ എം ടി ആയിട്ട് കിടക്കുവാന്ന് വിചാരിക്കും. അതില് നമ്മളിങ്ങനെ നമുക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു വേവ് ഫോം ചെയ്യാന്ന് കണ്ടിട്ടില്ലേ? ജസ്റ്റ് അതാണ് സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ് എന്ന് പറയാം. പെർഫെക്റ്റ് എക്സാമ്പിൾ അതാണ് പറയാനുള്ളത്. ഓക്കെ, ഒരു സ്ട്രിങ് അല്ലെങ്കിൽ അഴ, അത് ആലോചിച്ചാൽ മതി. അതിൽ നമ്മളിപ്പോ രണ്ടറ്റത്തും ഫിക്സ്ഡ് ആയിരിക്കും, അത് കിടന്ന് ഇങ്ങനെ ആടുന്നത് കണ്ടിട്ടില്ലേ? ജസ്റ്റ് ഒരു വേവ് പോലെയാണ്, വേവിന്റെ ഷേപ്പ് പോലെ. ഇപ്പൊ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യെങ്കിലും ജസ്റ്റ് ഒരു വേവ് ഫോമിലായിരിക്കും പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ലേ? ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കുക, ചെയ്ത് നോക്കിയാലേ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ബോർഡിൽ ഇപ്പൊ ഇത്രയും കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരു സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ചരട് കെട്ടിയിരിക്കാന്ന് വിചാരിക്കുക. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടെന്നും ഫിക്സ്ഡ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിലൊരു വേവ് ഫോം ചെയ്യുന്നത് പോലെ കാണും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ് എന്ന് പറയാം. അപ്പൊ ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയാം. എഴുതിക്കോ, എന്താന്ന് എഴുതിക്കോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇക്വേഷനും കൂടെ പഠിക്കാനുണ്ട് അതിന്റെ. when two waves of same frequency and amplitude
and amplitude. Travel in opposite direction. Travel in opposite direction. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നോക്കിക്കേ, പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് തന്നെ നോക്കിക്കേ, ഇവിടത്തെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇതൊരു പോസിറ്റീവ് എക്സ് ആക്സ് ആണെന്ന് വിചാരിക്കുക, ഇത് നെഗറ്റീവ് എക്സ് ആക്സ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ടാണ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നേരെ വേവ് ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു വേവ് ഇങ്ങനെ പോകുന്നു, ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചൊരു വേവ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. മറ്റേ രീതിയിലല്ല, താഴേക്കും പൊക്കത്തേക്കും ഉള്ളതല്ല. ഇവിടെ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ at same speed, at same speed, at same speed, at same speed. Their superposition, their superposition, their superposition give rise to a new type of wave, give rise to a new type of wave is called standing wave or stationary wave, is called standing wave, stationary wave. എവിടെ വരെ എത്തി നീ? Give rise to a new type of wave is called standing wave or stationary wave. സ്റ്റാൻഡിങ് വേവ് ഓർ സ്റ്റേഷനറി വേവ്. ഇനി ആ സ്ട്രിങ്ങിന്റെ എക്സാമ്പിൾ കൂടെ ജസ്റ്റ് എഴുതി വെച്ചോ. ഓക്കെ, സ്ട്രിങ് എക്സാമ്പിൾ സ്ട്രിങ് എന്ന് കൊടുത്തോട്ട്, എന്നിട്ട് അതിൽ എഴുതിക്കോ എ വേവ് ഗോയിങ് ടു ദ, എ വേവ് ഗോയിങ് ടു ദ, എ വേവ് ഗോയിങ് ടു ദ റൈറ്റ്, റൈറ്റ് വിൽ ഗെറ്റ് റിഫ്ലെക്റ്റഡ് അറ്റ് വൺ എൻഡ്. ഞാൻ പറഞ്ഞൊന്ന് ഓർത്ത് നോക്കണേ. വേവ് ഇവിടെ നിന്ന് പോകുന്നു, അവിടെ ചെന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഇന്നൊന്ന് ചെയ്ത് നോക്കട്ടോ പറ്റുമെങ്കിൽ. എവിടെ എത്തി? വേവ് ഗോയിങ് ടു ദ റൈറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് അറ്റ് വൺ എൻഡ്, വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് അറ്റ് വൺ എൻഡ്, which in turn will travel, which in turn will travel, which in turn will travel and get reflected from other end, and get reflected from other end, and get reflected from other end. This will go on, this will go on, this will go on until there is a steady wave pattern, until there is a steady wave pattern set upon the string, set upon the string. Set upon the string. Such wave patterns are called standing waves. Such wave patterns are called standing waves. ഏത് എഴുതിയാലും കുഴപ്പമില്ല, കറക്റ്റ് ആണ് രണ്ടും. ഒരെണ്ണം ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഡെഫിനിഷൻ ആണ്, നമ്മൾ ആ സ്ട്രിങ്ങിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാ. ഇവിടെ നിന്ന് നമ്മളൊന്ന് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അവിടെ ചെന്ന് റിഫ്ലക്ട് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നതാണ്. ആ ഒരു ഫോമിൽ പറഞ്ഞു തന്നേ. Such wave patterns are called standing wave or stationary wave. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ ആണ് ഇത് എഴുതാനുള്ളത്. ഇതിന്റെ സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ് ചോദിക്കുമ്പോൾ ഡെഫിനേഷനും എഴുതുക, ഇക്വേഷനും എഴുതണം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു വേവ്, രണ്ട് വേവ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരെണ്ണം പോസിറ്റീവ് എക്സ് ആക്സിസിൽ പോകുവാണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് എക്സ് ആക്സിൽ പോകുമ്പോഴുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഒരു ട്രാവലിംഗ് വേവിന്റെ പോസിറ്റീവ് എക്സ് ആക്സിൽ പോകുമ്പോഴുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. ഇല്ലാത്തവർ കുഴപ്പമില്ല, ഉള്ളവർ പറഞ്ഞു. ആകെ ഒരു ഇക്വേഷനാണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. y ഈസ് ഈക്വൽ ടു, മറിച്ച് നോക്കിക്കോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാവലിംഗ് വേവിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? ഇപ്പൊ പോസിറ്റീവ് എക്സ് ആക്സിസിൽ കൂടെയാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ആ ഒരു വേവ് പോസിറ്റീവ് ആക്സിസിൽ കൂടെ,
ഫസ്റ്റ് പോസിറ്റീവിലേക്ക് പോകുന്നു, പിന്നെ തിരിച്ച് നെഗറ്റീവിലേക്ക് വരുന്നു. ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഒരു അഴ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വേവ് പോകുന്നതാണ് പറയുന്നത്. ഫസ്റ്റ് പോസിറ്റീവ് എക്സ് ആക്സിൽ പോവാ. അപ്പൊ പോസിറ്റീവ് എക്സ് ആക്സിൽ പോകുന്ന ഒരു ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ എന്താ? ഇല്ലാന്ന് പറഞ്ഞാൽ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞു. ഡെറിവേഷൻ നോക്കണ്ടെന്ന് പറഞ്ഞു. ഫൈനൽ ഇക്വേഷൻ നോക്കി വെക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. y is equal to a sin kx minus omega t. ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിൽ പോകുന്ന വേവിന്റെ ഇക്വേഷൻ, ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ. ഇനി നെഗറ്റീവ് ആക്സിസിൽ, പോസിറ്റീവ് ആക്സിൽ പോകുന്ന നമ്മൾ എഴുതി, പോസിറ്റീവ് എക്സ് ആക്സിസിൽ പോകുന്ന എഴുതി. ഇനി ആ വേവ് നെഗറ്റീവ് എക്സ് ആക്സിൽ പോകുമ്പോഴുള്ള ഇക്വേഷൻ എന്താ? y is equal to നെഗറ്റീവ് എക്സ് ആക്സിസ് എന്താ? y is equal to minus a sin kx plus omega t. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇതിനെ ഞാൻ y1 ആയിട്ട് എടുത്ത്, ഇതിനെ ഞാൻ y2 ആയിട്ട് എടുത്ത്. അപ്പൊ രണ്ട് വേവ് ഉണ്ട്. ഒരെണ്ണം പോസിറ്റീവ് എക്സ് ആക്സിൽ പോയി, അല്ലെങ്കിൽ ഒരു വേവ് കൺസിഡർ ചെയ്താൽ മതി. അത് പോസിറ്റീവ് എക്സ് ആക്സിൽ പോയി റിഫ്ലക്ട് ബാക്ക് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നത് നെഗറ്റീവ്, ഇങ്ങനെ പോയി, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, ദെൻ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പൊ പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി, നെഗറ്റീവ് എക്സ് ആക്സിന്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇനി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് എങ്ങനെ പറയാം? റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു നമ്പർ ഓഫ് വേവ്സ് is the algebraic sum of displacement of individual waves, that is y1 plus y2. എഴുതി പോയിക്കെ. ഫസ്റ്റ് ഇത് എഴുതിയാൽ മതി. വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ എഴുതുക. വേവ് ട്രാവലിംഗ് ഇൻ ദ നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതുക. ഈ മൈനസ് കൺസിഡർ ചെയ്തില്ലെങ്കിലും ആയി. ഇപ്പൊ തൽക്കാലം മൈനസ് അവിടെ ഉണ്ട്, ടെക്സ്റ്റിൽ ഇപ്പൊ പറഞ്ഞിട്ടില്ല, ഇതിൽ പറഞ്ഞിട്ടില്ല. ഇത് മാറ്റി. ഏത്? അല്ല, നെഗറ്റീവ് ആക്സിലൂടെ പോകുന്നത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കി. ഇപ്പൊ ആംപ്ലിറ്റ്യൂഡ് നോക്കിക്കേ, എങ്ങനെ ഗ്രാഫ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ്, ഇത് നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ്. അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെഗറ്റീവ് കൊടുത്തത്. ഏതാണ്? 0 ആവത്തില്ല, ഞാൻ പറഞ്ഞില്ലേ, നേരെ പോയിട്ട് അതേ ആക്സിൽ തന്നെ തിരിച്ചു വരുന്നതാ. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഇനി ഒന്ന് ആഡ് ചെയ്തേ. മൈനസ് വേണമെങ്കിൽ കൊടുക്കാം, മൈനസ് വേണമെങ്കിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ഇക്വേഷനിൽ എക്സ്ട്രാ ഒരു മൈനസ് വരും എന്നുള്ളത്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റിൽ മൈനസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പൊ a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് a sin kx പ്ലസ് ഒമേഗ ടി. ഓക്കെ, ഇതിന്ന് ഞാൻ എനെ കോമൺ ആയിട്ട് എഴുതാനാണ്. അതൊരു ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എനെ കോമൺ ആയിട്ട് എഴുതുന്നത്. സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് സൈൻ kx പ്ലസ് ഒമേഗ ടി. ഓക്കെ ഓക്കെ, a sin kx അല്ല, ഇപ്പൊ ഇതിങ്ങനെ എ മാത്രം കോമൺ ആയിട്ട് എടുത്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ച് നമുക്ക് മാറ്റാം. സൈൻ എ പ്ലസ് ബി, അത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആ ഫോർമുല നമുക്ക് എങ്ങനെ ആക്കാം? സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ഫോർമുല അല്ലേ കിടക്കുന്നത്? നോക്കിക്കേ, സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ഫോം. അതിന്റെ ആൻസർ എന്താ? സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? 2 sin a cos b. 2 sin a cos b. ഇതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ഫസ്റ്റ് ടൈം കേൾക്കുന്നതാണോ? അല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ളല്ലേ? ട്രിഗ്നോമെട്രി പഠിച്ചതല്ലേ? പറഞ്ഞോ, എന്താടാ? ഏത് സൈൻ കഴിഞ്ഞിട്ട് അത് ഞാൻ ആ ഒരു ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി. ഇപ്പൊ നീ ഇത് നോക്കിക്ക്, ബുക്ക് തന്നെ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും ഇതിനെ നമുക്കിത് കണ്ടതെ, ഇതിന് ഈ ഫോം കണ്ടപ്പോ തന്നെ മനസ്സിലായി. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും ആയിട്ടോ, കുഴപ്പമില്ല. ഈ ഫോം കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സൈൻ എ മൈനസ് ബി പ്ലസ് സൈൻ എ പ്ലസ് ബി ഫോമില കിടക്കുന്നത്. അപ്പൊ അതിന് നമുക്കൊരു ഫോമുല അറിയാം, സൈൻ എ പ്ലസ് ബി. പിന്നെ ഇവിടെ എ രണ്ടും കോമൺ അല്ലേ, എനെ വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സൈനും കോമൺ ആണ്, സൈൻ വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോമുല യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
അതുകൊണ്ടാണ് ഞാൻ സൈൻ അവിടെ നിർത്തിയിട്ട് എ മാത്രം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തത്. ഓക്കെ, ഇനി സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, 2 സൈൻ എ കോസ് ബി, 2 സൈൻ എ കോസ് ബി ഫോമിലാണ് ഈ കിടക്കുന്നത്. അപ്പൊ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം, എ കോമൺ ആയിട്ട് പുറത്തേക്ക് എഴുതി. ഇനി സൈൻ എ പ്ലസ് ബി സൈൻ എ മൈനസ് ബിനെ എങ്ങനെ എഴുതാം, 2 സൈൻ എ എന്ന് പറയുന്നത് എന്താ ഇവിടെ, കെ എക്സ് കോസ് ബി എന്ന് പറയുന്നത് എന്താ, ഒമേഗ ടി. ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് 2a സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞ വരും ഇക്വേഷൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇത് നോക്കിയേ, വേവ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആക്സിസ് കൺസിഡർ ചെയ്തു. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ y1 is equal to a sin kx minus omega. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഈ ഇക്വേഷൻ എടുക്കുന്നു. ഇനി വേവ് ഇതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഗ്രാഫ് വരക്കുമ്പോൾ നോക്കിക്കേ, ഇത് പോസിറ്റീവ് ആക്സിസ്, ഇത് നെഗറ്റീവ് ആക്സിസ് അല്ലെ, ഇത് പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ്, ഇത് നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഉള്ളതാണ് നമ്മൾ ഇവിടെ എഴുതിയ ഇക്വേഷൻ. ഇനി അടുത്തത് y2 is equal to, ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് a sin kx plus omega t ആണ്. ഓക്കെ, ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു മൈനസും കൂടെ കൊടുക്കാം. അത് കൊടുക്കുന്നത് ഇങ്ങോട്ടാണ് വേവ് വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആ മൈനസ് വേണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിലും കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്യുമ്പോൾ വേറെ വ്യത്യാസം ഒന്നുമില്ല, ഇവിടെ എക്സ്ട്രാ ഒരു മൈനസ് വരും, ഇത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായ? ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തേ. ഇതെങ്ങനെ എഴുതാം, ഇത് ഏത് ഫോമിലാ കിടക്കുന്നേ, സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ദാറ്റ്സ് ഈക്വൽ ടു 2 സൈൻ എ കോസ് ബി. ഈ ഫോമിലാ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ എ ഞാൻ അങ്ങനെ തന്നെ എഴുതി. ബാക്കി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇത് എഴുതാം, 2 സൈൻ എ എന്ന് പറയുന്നത് എന്താ, എ എന്ന് പറയുന്നത് എന്താ ഇവിടെ, കെ എക്സ് കോസ് ബി എന്ന് പറഞ്ഞാല് ഒമേഗ ടി. ഇതിനെ അറേഞ്ച് ചെയ്ത് നമുക്ക് 2a സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി. പിന്നെ നമ്മൾ പറഞ്ഞ മൈനസ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്ട്രാ ഒരു മൈനസ് വരും, അത്രേ ഉള്ളൂ. ഇത് ഏത് ഫോമിലാണെന്നാ, ഇത് കണ്ടിട്ടില്ലേ, സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി എന്ന ഫോമിലുണ്ട്. നീ നോക്കട്ടാ, നിങ്ങളെ പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ചില. ഒന്നുമില്ലെങ്കിൽ നീ ഇവിടെ നോക്കിക്കോ, ടെക്സ്റ്റിലുള്ളതാ, ഞാനിട്ട ഫോർമുലയുള്ളത്. സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ഈക്വൽ ടു 2 സൈൻ എ കോസ് ബി. ഓക്കെ, അതൊന്ന് എഴുതി ബോക്സ് ചെയ്ത് വെച്ചേ. ഇനി അത് കണ്ടിട്ടില്ലെന്ന് പറയും. കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ജ്യോതിസിന് കിട്ടിയാ, വൈഷ്ണവിക്ക് മനസ്സിലായല്ല, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കോട്ടാ, നിനക്ക് കിട്ടിയാ, ഒന്നുകൂടെ പറഞ്ഞു തന്നെ. കിട്ടി? കുറച്ച്, എല്ലാം നിനക്ക് കുറച്ചാണല്ലോ, കൂടുതലായിട്ടൊന്നും കിട്ടണില്ലേ. ഇവിടം വരെ നോക്കിക്കേ. ഇത് നമ്മൾ എഴുതി, ഇത് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ല. ഇത് വേവ്, ഇതൊരു പോസിറ്റീവ് ആക്സിസും ഉണ്ടാവും, അതുപോലെ തന്നെ നെഗറ്റീവ് ആക്സിസും ഉണ്ടാവും. പോസിറ്റീവ് ആക്സിസിൽ വേവ് വന്നപ്പോഴുള്ള ഇക്വേഷൻ ആണ് ഇത്, y1 is equal to a sin kx minus omega t. ഇനി നെഗറ്റീവ് ആക്സിസിലേക്ക് വേവ് പോകുമ്പോഴുള്ള ഇക്വേഷൻ ആണ് y2 is equal to a sin kx plus omega t. നേരെ തിരിച്ചു വരും. പോസിറ്റീവ് ആക്സിൽ വരുമ്പോൾ ഇവിടെ മൈനസും, അതുപോലെ നെഗറ്റീവ് ആക്സിൽ വരുമ്പോൾ ഇവിടെ പ്ലസ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി സൂപ്പർ പൊസിഷൻ വെച്ച് നമുക്ക് രണ്ടും കമ്പൈൻ ചെയ്ത് എഴുതാം. ഓക്കെ, എ കോമൺ ആയിട്ട് എഴുതാം. സൂപ്പർ പൊസിഷൻ ഇപ്പൊ പഠിച്ച പ്രിൻസിപ്പിൾ ഇതേ, രണ്ട് വേവ്സ് വരുമ്പോഴത്തേക്കും റിസൾട്ടന്റ് എന്ന് പറയുന്നത് രണ്ടിന്റെയും കൂടിയുള്ള സമ്മ്. അപ്പൊ സൂപ്പർ പൊസിഷൻ വെച്ചാണ് നമ്മൾ ഇത് എഴുതിയത്, y is equal to y1 plus y2 എന്ന് എഴുതിയത്. ഇനി നോക്കിക്കേ, ഇത് ഈ കിടക്കുന്ന ഇത് കണ്ട, സൈൻ എ മൈനസ് ബി പ്ലസ് സൈൻ എ പ്ലസ് ബി ഫോമില കിടക്കുന്നത്. സൈൻ, അപ്പൊ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫോമുല അറിയാം, സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 2 സൈൻ എ കോസ് ബി ആണ്. ഈ ഫോമുലയാണ് നമ്മൾ അവിടെ ഡയറക്റ്റ് യൂസ് ചെയ്തേക്കുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇത് ഫിസിക്സ് അല്ല, ഇത് പ്യുവർ മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പൊ എ അവിടെ തന്നെ എഴുതിയാ. അപ്പൊ എങ്ങനെ എഴുതി, 2 സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി, ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ആക്സിസിലേക്ക് പോയത്, ഇപ്പൊ ഇത് പോസിറ്റീവ് ആക്സിസ് നെഗറ്റീവ് ആക്സിസ് കാണിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു മൈനസ് ഇടാം. മൈനസ് ഇടുമെങ്കിൽ ഇവിടെയും കൂടി ഒരു മൈനസ് വരും, അത്രേ ഉള്ളൂ. -2. ഇതാണ് സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ. സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ ഇന്ന് പ്രോബ്ലം വരാൻ സാധ്യത കുറവാണ്, എന്നാലും ചോദിക്കും. അർജുന് മനസ്സിലായ? നിങ്ങളെ പറഞ്ഞ തന്നെ ക്രിസിന് കിട്ടി? ഇനി കിട്ടാതിരിക്കരുത് കേട്ടാ, വേഗം വേഗം പഠിച്ചു പോയിക്കോളാം. ഇന്ന് തന്നെ തീർത്തോളാം ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നത് എന്താ, ഡെറിവേഷൻ ആയിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ആ ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്ത് എഴുതി.
ഇതെന്താ ചെയ്തു വെച്ചേക്കുന്നത്? എന്താ? സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ. അപ്പൊ സ്റ്റാൻഡിങ് വേവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ്സും എഴുതണം, അതുപോലെ തന്നെ ഇക്വേഷനും എഴുതി വെച്ചോളൂ. ഓക്കെ, ഇനി അടുത്തത് ഈ സ്റ്റാൻഡിങ് വേവിനെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എഴുതിക്കോ. നോഡ്, NODE, നോഡ്, NODE, നോഡ്. ആ സ്റ്റാൻഡിങ് വേവിനെ പറ്റി ഇത്രേ ഉള്ളൂ. ഇനി അതിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പഠിക്കാൻ പോകുന്നത്. ചിലപ്പോ ഇപ്പൊ 4 മാർക്കിനൊക്കെ വരുമ്പോഴത്തേക്കും ഇതിന്റെ കൂടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വേറെ വരും. നോഡ്, നോഡ് എഴുതിക്കോ. The point at which node, it is the point at which amplitude is 0. The point at which amplitude is 0. അമലിനും ഫാഹിമിനും കാണാൻ പറ്റുന്നുണ്ടോ? ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓൺലൈൻ കയറിയ ഒന്നും മിണ്ടൂല. The point at which amplitude is 0 are called nodes. നോക്കി എഴുതട്ടെ, നോട്ട് എഴുതിക്കോ. നോഡ്. The point at which amplitude is 0 is called node. ഈ നോഡൊക്കെ എന്തിലാ ഉണ്ടാവുന്ന? സ്റ്റാൻഡിങ് വേവിൽ ഉണ്ടാവുന്ന പോർഷൻസിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. അടുത്തത് ആന്റിനോഡ്. The point at which ആന്റിനോഡ് എന്ന് പറയുമ്പോൾ the point at which amplitude is largest are called antinodes. ഇനി ഒരെണ്ണം കൂടെ എഴുതിക്കും, അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നോർമൽ മോഡ് എന്നായിരിക്കും കേട്ടോ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. നോർമൽ മോഡ് നോഡ് എഴുതി, ആന്റിനോഡ് എഴുതി. അടുത്തത് നോർമൽ മോഡ്. എഴുതിക്കോ. When vibrations are set up in a stretched string, it can vibrate. പറഞ്ഞുതരാം. It can vibrate in a typical pattern. അവനിപ്പോ ഇത് എഴുതിക്കാൻ നോർമൽ മോഡ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇത് എഴുതി. നോർമൽ മോഡ്. When vibrations are set up in a stretched string, it can vibrate in a typical pattern having one or more segments. When vibrations are set up in a stretched string, it can vibrate in a typical pattern having one or more segments. These patterns of standing wave these vibrate in typical pattern having one or more segments. These patterns of standing wave are called normal mode. These patterns of standing wave are called normal mode. ഓക്കെ, ഇതിപ്പോ ഒരു സ്റ്റാൻഡിങ് വേവ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞ എന്തൊക്കെയാ? നോഡ് എന്ന് പറഞ്ഞാൽ എന്താ എഴുതി വെച്ചേ? ആംപ്ലിറ്റ്യൂഡ് എന്താ? 0. ഓക്കെ, ഇനി ആന്റിനോഡ് എന്ന് പറയുമ്പോ എന്താ? ആംപ്ലിറ്റ്യൂഡിന് മാക്സിമം വാല്യൂ ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു സ്റ്റാൻഡിങ് വേവ് എന്ന് വിചാരിക്കുക. ഈ കൺസെപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി പറയുന്ന ഒന്നും കിട്ടത്തില്ല കേട്ടോ.
ഇതാണ് സ്റ്റാൻഡിങ് വേവ് എന്ന് വിചാരിക്കുക. ഇതിൽ നോഡും ഉണ്ട് ആന്റി നോഡും ഉണ്ട്. അപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഈ പോയിന്റില് നമുക്ക് എന്തെന്ന് പറയാം, നോഡ് എന്ന് പറയാം. കാരണം എന്താ, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാ 0 ആണ്. ഇനി ഇതെന്താണ്, ആന്റി നോഡ്. ഇവിടെ എന്താ, മാക്സിമം വരുന്നുണ്ട് അല്ലെ. ഇനി ഈ പോയിന്റ് നോക്കിക്കേ, ഇതെന്താ നോഡ്, ഇതെന്താ ആന്റി നോഡ്, ഇതെന്താ. അപ്പൊ ഇപ്പൊ ഞാൻ വരച്ച ഈ സ്റ്റാൻഡിങ് വേവിന് എത്ര നോഡ് ഉണ്ട്, 3 നോഡും ഉണ്ട്. എത്ര ആന്റി നോഡ് ഉണ്ട്, 2 ആന്റി നോഡ് ഉണ്ട്. കൺസെപ്റ്റ് കിട്ടിയാക്കും. നോഡ് എന്ന് പറയുമ്പോ 0 ആംപ്ലിറ്റ്യൂഡ്, ആന്റി നോഡ് എന്ന് പറയുമ്പോ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇനി നമ്മൾ നോർമൽ മോഡ് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എത്ര വേവ്സ്, ഇങ്ങനത്തെ എത്ര വേവ്സ് ക്രിയേറ്റ് ചെയ്യും, പല ടൈപ്പ്. ഇപ്പൊ ഞാൻ ചിലപ്പോ ഇങ്ങനെ ഞാൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ ഒരൊറ്റ വേവ് ആയിരിക്കും, ചിലപ്പോ വേവ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ജസ്റ്റ് ചുമ്മാ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കിടക്കണായിരിക്കും. ഒരു വേവ് മാത്രം, ഒരു ഹാഫ് പോർഷൻ ഓഫ് വേവ് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോ നോക്കിക്കേ, ചിലപ്പോ ഇങ്ങനെ ഒരു വേവ് ആയിരിക്കും ഫോം ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു പോർഷൻ, ഇവിടെ ഒരു പോർഷൻ. ആ ഒരു സ്ട്രിങ്ങിൽ പറയാൻ പറ്റത്തില്ല എത്ര സെഗ്മെന്റ്സ് വരും എന്ന് പറയാൻ പറ്റത്തില്ല വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ. ഇനി അടുത്തത് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 1 2 3 3 സെഗ്മെന്റ് വന്നിരിക്കട്ടെ. ഇവിടെ ആകെ ഒരു സെഗ്മെന്റേ വന്നുള്ളൂ. ആ വൈബ്രേഷൻ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സെഗ്മെന്റ് മാത്രമേ ക്രിയേറ്റ് ആയുള്ളൂ. ഇവിടെ 2 സെഗ്മെന്റ്സ് ക്രിയേറ്റ് ആയി. ഇവിടെ 1 2 3 സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, നോർമൽ മോഡ് എന്ന് പറയാം. അപ്പൊ നോഡ് കിട്ടി, ആന്റി നോഡ് കിട്ടി. ഇനി സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു സെഗ്മെന്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. സ്റ്റാൻഡിംഗ് വേവിൽ ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യും, ചിലപ്പോൾ 2 സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യും, ചിലപ്പോൾ 3 സെഗ്മെന്റ്, ചിലപ്പോൾ 4 5 6 7 ഇങ്ങനെ പോകും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, നോർമൽ മോഡ്സ് എന്ന് പറയാം. ഇനി നമ്മൾ ഓരോന്നിന്റെയും ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരൊറ്റ സെഗ്മെന്റ് ആണ് ഉണ്ടായതെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എത്ര. ഇനി അടുത്ത 2 സെഗ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ആയ ഈ സ്റ്റാൻഡിംഗ് വേവിന്റെ ഫ്രീക്വൻസി എത്രയാണ്. അടുത്തതിൽ 3 സെഗ്മെന്റ് ഉണ്ടെങ്കിൽ 3 സെഗ്മെന്റിൽ ക്രിയേറ്റ് ആയ ആ വേവിന്റെ ഫ്രീക്വൻസി എന്താ. അതാണ് നമുക്ക് എക്സാമിന് 4 മാർക്സിന് ചോദിച്ചു കണ്ടേക്കുന്നത്, 4 അല്ലെങ്കിൽ 3. ഓക്കെ, അപ്പൊ നോഡും ആന്റി നോഡും കിട്ടിയല്ല. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഇത് സിമ്പിൾ ആണ്, ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാനൊരു സ്ട്രിങ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചപ്പോ എനിക്കൊരൊറ്റ സെഗ്മെന്റ് ആണ് കിട്ടിയത്. ഇങ്ങനെ ഒരൊറ്റ സെഗ്മെന്റ്, ഇത് ഇങ്ങനെ ഇങ്ങോട്ടും ആടും, അതുപോലെ തന്നെ അങ്ങോട്ടും. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ത്രെഡിൽ ഒരു സ്ട്രിങ് നമ്മൾ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആടിക്കളിക്കത്തില്ലേ, ജസ്റ്റ് അതാണ് കാണിച്ചേക്കുന്നത്. ഒരൊറ്റ സെഗ്മെന്റ് ആണ് ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ആകെ ഒരു സെഗ്മെന്റ് ഉള്ളു. അപ്പൊ ഞാൻ n = 1 എന്ന് കൊടുത്തു, ഒരു സെഗ്മെന്റ് ഫോം ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു വേവിന്റെ, ഒരു കംപ്ലീറ്റ് വേവിന്റെ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ വേവിന്റെ ലെങ്ത് നമുക്ക് ലാംഡ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതൊരു ഹാഫ് പോർഷൻ മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പൊ എത്രയായിരിക്കും ലെങ്ത് എന്ന് പറയുന്നത്? ഒന്നുകൂടെ പറയാം, ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു വേവിന്റെ ഒരു ഹാഫ് പോർഷൻ ആണ്, ഇങ്ങോട്ടുള്ളത് ഇവിടെ വന്നിട്ടില്ല. മനസ്സിലായോ? ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളൂ. ഒരു ഫുൾ വേവിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ വേവ് ലെങ്ത് ലാംഡ ആയിട്ടല്ലേ എടുക്കാറ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും? λ/2 അത്രേ ഉള്ളൂ. അപ്പൊ λ/2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ ഉള്ളത്? ഫ്രീക്വൻസി ആണ്. ഇങ്ങനെ ക്രിയേറ്റ് ആയ 1 സെഗ്മെന്റിലുള്ള ഫ്രീക്വൻസി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫ്രീക്വൻസി, നമുക്ക് ഫ്രീക്വൻസിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, v = ന്യൂ ലാംഡ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതും പഠിച്ചതായിരുന്നു, v = ന്യൂ ലാംഡ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി ന്യൂ ആണ്. ന്യൂ = എങ്ങനെ എഴുതാം? v/λ. ഓക്കെ, ഇനി ഇവിടെ ലാംഡക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? λ = എന്തെന്ന് കൊടുക്കാം? 2l. അപ്പൊ v/2l. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാർമോണിക്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഒരെണ്ണം കൂടി ചെയ്തിട്ട് എഴുതാട്ടോ, അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത്, അപ്പൊ ഒരു സെഗ്മെന്റ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചപ്പോ ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ആയി, അതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇനി 2 സെഗ്മെന്റ് ക്രിയേറ്റ് ആയിരിക്കട്ടെ. ഇതൊരു ഹാഫ് പോർഷൻ മാത്രമേ ക്രിയേറ്റ് ആയിട്ടുള്ളൂ. ഇനി ഒരു 2 സെഗ്മെന്റ് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫുൾ വേവ് ക്രിയേറ്റ് ആയെന്ന് വിചാരിക്കും. ഞാൻ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കും. 2 സെഗ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടത്തെ അപ്പൊ നമുക്ക് 2 സെഗ്മെന്റ്സ് വന്നപ്പോ നമുക്ക് n = 2 എന്ന് കൊടുത്തു. ഇനി ഇവിടുത്തെ ലെങ്ത് എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് λ/2, ഇതെന്ന് പറയുന്നതും λ/2. അപ്പൊ λ/2 plus λ/2, that is 2λ/2. ഓക്കെ, 2λ/2 ക്യാൻസൽ ചെയ്ത് കളയേണ്ട, അത് എന്താന്ന് പറഞ്ഞുതരാം. v = ന്യൂ ലാംഡ, ന്യൂ = v/λ. ഓക്കെ, v = ലാംഡയ്ക്ക് പകരം എങ്ങനെ കൊടുക്കാം?
ലാംഡയ്ക്ക് പകരം നമുക്ക് ഇവിടെ നൽകാം 2 L is equal to lambda 12/2. ഈ 2 പൊക്കത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും 2v/2l. ഓക്കെ, ഈ ഫസ്റ്റ് ഹാർമോണിക്സ് നമുക്ക് വേണമെങ്കിൽ μ1 എന്ന് എഴുതാം, സെക്കൻഡിന് μ2 എന്ന് എഴുതാം. ഓക്കെ, μ2 ഈക്വൽ ടു ഈ v/2l എന്ന് പറയുന്നത് എന്താ, μ1. അപ്പൊ എങ്ങനെ എഴുതാം, μ2 is equal to 2μ1. ഓക്കെ, മനസ്സിലായില്ല, കിട്ടിയില്ലേ? ഇനി തേർഡ് സെഗ്മെന്റ് ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. തേർഡ് സെഗ്മെന്റിൽ വേറെ ഒന്നുമില്ല, ഒരു പോർഷൻ കൂടെ വരും ഇങ്ങനെ. ഇത് ചെയ്തു നോക്കട്ടെ. തേർഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 1 2 3 ഒരു പോർഷൻ കൂടെ വന്നു. പിന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 2 2 കട്ട് ചെയ്ത് അപ്പൊ തന്നെ എഴുതാം. വേണമെങ്കിൽ 2 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് എഴുതിക്കോ. 2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് എഴുതുമെങ്കിൽ v/l എന്ന് പറഞ്ഞു വരും. 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ v/l എന്ന് വരും. ഞാൻ ഈ ഫോമിലേക്ക് എഴുതാൻ വേണ്ടിയാണ് ജസ്റ്റ് അത് ക്യാൻസൽ ചെയ്യാതെ നിർത്തിയത്. തേർഡ് സെഗ്മെന്റ് ഒന്ന് ചെയ്തേ. ഫസ്റ്റ് സെക്കൻഡ് എഴുതിയിട്ട് മതി, ശ്രദ്ധിച്ച് എഴുതണേ. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇത് തന്നെ സ്ട്രിങ്ങിന്റെ കേസ് അല്ലാതെ ഓപ്പൺ പൈപ്പിന്റെ കേസിലും സിമിലർ ആയിട്ട് തന്നെ ചോദിക്കും. സെക്കൻഡ് വണ്ണിന്റെ സെക്കൻഡ് ഹാർമോണിക്സ് ഒന്ന് കൊടുത്തോട്ടാ. സെക്കൻഡ് ഹാർമോണിക്സ് ഇതിൽ എത്ര നോഡ് ഉണ്ട്, എത്ര ആന്റി നോഡ് ഉണ്ടെന്ന് വിവേക് ഒന്ന് പറഞ്ഞേ. നോഡിന്റെ എണ്ണം നീ പറഞ്ഞാൽ മതി, ആന്റി നോഡ് മനസ്സ് പറയും. നോഡ് എത്ര നോഡ്? 1 2 3 4. ആന്റി നോഡ് പറഞ്ഞേ 3. മനസ്സിലായിട്ടുണ്ടല്ലോ നോഡും ആന്റി നോഡും എന്താന്ന്. ഇങ്ങനെ പറഞ്ഞാൽ പോരാ, റീസണും കൂടെ എഴുതുക. ഇവിടെ എന്താണ് നോഡ് എന്ന് പറയാൻ കാര്യം എന്താ, ആംപ്ലിറ്റ്യൂഡ് 0, മറ്റേതിൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം. ഓക്കെ, മനസ്സിലായ പീറ്ററെ? ക്രിസിന് മനസ്സിലായ? അർജുന് കിട്ടിയ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. അമ്മന് മനസ്സിലായില്ല? എവിടെ പോയത്? നോഡ് ആൻഡ് നോഡ് മനസ്സിലായില്ല? 2 2 കട്ടാണെങ്കിൽ കട്ട് ചെയ്തിരിക്കും. ഞാൻ ഈ ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അതായത് സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് കാണിക്കാൻ വേണ്ടിയാ. വേണ്ടെങ്കിൽ വേണ്ട, രണ്ടും ക്യാൻസൽ ചെയ്തു. ജസ്റ്റ് ഇവിടെ തന്നെ 2 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് v/l എന്ന് മാത്രമേ കിട്ടുള്ളൂ. അത്രയും മതിയെങ്കിൽ അത്രയും മതി. ജസ്റ്റ് ഞാൻ കാണിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടിയ സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് ഫസ്റ്റ് ഹാർമോണിക്സ്. ആ ഒരു റിലേഷൻ കാണിക്കാൻ വേണ്ടിയാണ് അത് കട്ട് ചെയ്ത് നിർത്തിയത്. കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് എഴുതിക്കോ. തേർഡ് സെഗ്മെന്റ് കഴിഞ്ഞെങ്കിൽ ഫോർത്ത് സെഗ്മെന്റ് എഴുത്. 3 അങ്ങോട്ട് പോകുമ്പോ ന്യൂമറേറ്റർ എഴുതിക്ക് 3v/2l. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? v/2l എന്ന് പറഞ്ഞാൽ എന്താ? v/2l എന്താ? ഫസ്റ്റ് ഹാർമോണിക്സ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ലേ? ഇവിടെ v/2l എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഹാർമോണിക്സ്. ആ റിലേഷൻ വേണമെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് എഴുതിയാൽ മതി. ഇവിടെ അതുപോലെ തന്നെ 3 ഇതെന്താ? μ1. ഫോർത്ത് സെഗ്മെന്റ് കൂടെ ചെയ്തേ. ഇത് തേർഡ് സെഗ്മെന്റ് കഴിഞ്ഞാ? തേർഡ് കഴിഞ്ഞെങ്കിൽ ഫോർത്ത് കൂടെ ചെയ്തോട്ടാ. ക്രിസിന് കിട്ടിയാ തേർഡ്? നോക്കട്ടെ.
അർജുന് കിട്ടിയാളാ? വൈഷ്ണവിക്ക് കിട്ടിയാ? ഏതാണ്? വേണമെങ്കിൽ കളഞ്ഞു. 2 ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വി ബൈ എൽ കിട്ടും. ഞാനത് കട്ട് ചെയ്ത് നിർത്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ റിലേഷൻ പറയാമല്ലോ. വി ബൈ 2L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സ് ആണ്, μ1 ആണ്. ആ റിലേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞില്ല. കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത്. അടുത്തത് 3v/2L അല്ലേടാ വരുള്ളൂ. അതെവിടെ പോയത്? ഈ 2L വരുള്ളൂ. ലാംഡ = 3L/2. അപ്പൊ v/L അല്ല കേട്ടോ കറക്റ്റ് ചെയ്തെടുത്ത്. കഴിഞ്ഞ ഒരു 4th സെഗ്മെന്റ് കൂടെ ചെയ്തോട്ടോ. ടീച്ചർ ചെയ്താ 4th സെഗ്മെന്റ് ചെയ്താ? ഇവന് കിട്ടിയാ? നോക്കട്ടെ. തേർഡ് എവിടെ? തേർഡ് ഇതൊക്കെ കറക്റ്റാ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ നീ നോക്കട്ടോ. ഇതൊക്കെ എഴുതി. n = 3, L = λ/2 plus λ/2 plus λ/2 = 3λ/2. മനസ്സിലായി? 3λ/2. ഇനി v = νλ, ν = v/λ. ഓക്കെ, v/λ. ലാംഡക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ നമുക്ക് L എന്ന് കിട്ടിയിരിക്കുന്നത് എന്താ? L = 3λ/2 അല്ലേ? അവിടുന്ന് നമുക്ക് ലാംഡ കൊടുക്കണമെങ്കിൽ 2L = 3λ, ലാംഡ = 2L/3. മനസ്സിലായ? 2L/3 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ν = v/2L/3. ഈ 3 ന്യൂമറേറ്ററിലേക്ക് പോയി. അപ്പൊ എത്ര? ν = 3v/2L. ഓക്കെ, ഇതിന് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ എന്തായി? μ3 = 3μ1. 4th സെഗ്മെന്റിലൂടെ ചെയ്തേ. ആ തേർഡ് വണ് തേർഡ് ഹാർമോണിക്സ് എന്ന് എഴുതിക്കോ. ഫോർത്ത് ഹാർമോണിക്സ്. ഇനി ചിലപ്പോ ഓഡ് ഹാർമോണിക്സ് കണ്ടുപിടിക്കാൻ പറയും, ഈവൻ ഹാർമോണിക്സ് കണ്ടുപിടിക്കാൻ പറയും. ഓഡ് ഹാർമോണിക്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോ ഏതൊക്കെ വരും? 2, 4, 6 1, 3, 5 അതെല്ലാം കണ്ടുപിടിക്കാം. 1, 3, 5 വരെയെങ്കിലും കണ്ടുപിടിക്കാം മിനിമം. പിന്നെ മാർക്ക് നോക്കിയിട്ട്. ഇനി ഈവൻ ഹാർമോണിക്സ് പറയുമ്പോഴത്തേക്കും അപ്പൊ 2 എണ്ണത്തിന്റെ സെഗ്മെന്റ് വരക്ക, 4 എണ്ണത്തിന്റെ സെഗ്മെന്റ് വരക്ക, അത് വരച്ച് കണ്ടുപിടിക്കാം. ഇത് തന്നെ ഞാനിപ്പോ പറഞ്ഞ സ്ട്രിങ്ങിന്റെ കേസിലാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഓപ്പൺ പൈപ്പിന്റെ കേസിൽ ഒരു പ്രോബ്ലം ഉണ്ട് ടെക്സ്റ്റിൽ. അതും ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടും. സെയിം കൺസെപ്റ്റ് തന്നെ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സെയിം തന്നെ ഇങ്ങനെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അപ്പൊ സ്റ്റാൻഡിംഗ് വേവ് എന്താന്ന് പഠിക്കുക, സ്റ്റാൻഡിംഗ് വേവിന്റെ ഇക്വേഷൻ പഠിക്കുക. സിമ്പിൾ ചാപ്റ്റർ ആണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ കിട്ടും. ഇതൊരിക്കലും ബൈഹാർട്ട് പഠിക്കരുത്, ജസ്റ്റ് നോക്കി പഠിക്കുക. അർജുന് കിട്ടിയ? അത് ഡൗട്ട് ഉണ്ടാ? കിട്ടി. ഇനി വിവേകിന് കിട്ടിയായിരുന്നാ? കിട്ടി. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇവൻ ആരാണ് എന്നോട് ചോദിച്ചത്? അത് അല്ല, ഈ കൺസെപ്റ്റ് നിനക്ക് എടുത്തെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്തതാ. അവൻ എടുത്തെന്ന് പറഞ്ഞോണ്ട് എടുത്തതാ. ഞാൻ നോട്ടൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാനാ പറഞ്ഞു.
ജസ്റ്റ് ആണെന്നാലും കുഴപ്പമില്ല, അത് അറിഞ്ഞിരിക്കാമല്ലോ, പഠിക്കേണ്ടത്. ഓക്കെ, ആക്ച്വലി സിലബസിൽ കുറെ ഉണ്ട്, പക്ഷെ നമുക്ക് ഡെലീറ്റഡ് ആണ് കൂടുതൽ. ഫോർത്ത് ഹാർമോണിക്സ് വരെ കഴിഞ്ഞില്ലേ? അമ്മനെ എഴുതി കഴിഞ്ഞ അത്രയും വേഗം എഴുതിക്കോ. സിലബസ് ഉണ്ടാ? അല്ലെങ്കിൽ സിലബസ് ഉണ്ടാ? ഇല്ലല്ല.